എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് CBSE 9ാം ക്ലാസ്സിൻ്റെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ അതിനെ ബഹുപദം എന്ന് പറയും. ബഹുപദം. പോളി മീൻസ് മോർ ദാൻ 3 എന്നാണ്. 2ൽ കൂടുതൽ അല്ലെങ്കിൽ 3ൽ കൂടുതൽ എന്നർത്ഥം വരുന്ന ബഹു എന്നർത്ഥം വരുന്നതാണ് പോളി. അപ്പം നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ ഐഡൻറ്റിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. x+y², x-y², എക്സെട്ര വിത്ത് വേരിയബിൾസ്. തുടർന്ന് ഈ പോളിനോമിയൽ എന്നുള്ള ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടി വേരിയേഷനുള്ള വൈവിധ്യമുള്ള ഒരു വേരിയബിളിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. ഒരു വേരിയബിളിലുള്ള ബഹുപദത്തെക്കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് ആദ്യമായിട്ട് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. വാട്ട് യു മീൻ ബൈ ആൾജിബ്രിക് എക്സ്പ്രഷൻസ്? നമുക്കറിയാം, മാത്തമാറ്റിക്സിൽ there are two types of symbols. രണ്ട് തരത്തിലുള്ള സിംബലുകളാണുള്ളത്. ദാറ്റ് ഈസ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. ചരങ്ങളും സ്ഥിരസംഖ്യകളും. ചരങ്ങൾ മീൻസ് വേരിയിങ്, അതിന് ഇഷ്ടമുള്ള വിലകൾ സ്വീകരിക്കാൻ സാധിക്കും. കോൺസ്റ്റന്റ് മീൻസ് സ്ഥിരത, സ്റ്റേബിളുള്ള ഒരു വില ഉണ്ടായിരിക്കുന്നതാണ് കോൺസ്റ്റന്റ്. Variables usually denoted by the letters x, y, z, etc. സാധാരണ മാത്തമാറ്റിക്സിൽ ചരങ്ങൾ അഥവാ വേരിയബിൾസിനെ എക്സ്, വൈ, സെഡ് എന്നുള്ള ചെറിയ ലെറ്റർ കൊണ്ടാണ് ഉദ്ദേശിക്കാറ്. മറ്റു ലെറ്റർ എടുത്തതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലെറ്റേഴ്സ് ആർ എക്സ്, വൈ ആൻഡ് സെഡ്. എന്നാൽ കോൺസ്റ്റന്റ് അഥവാ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്ന മറുഭാഗമുണ്ട്. അത് സാധാരണ എ, ബി, സി, പി, ക്യു, ആർ, എക്സെട്ര എന്നീ ലെറ്ററുകൾ കൊണ്ടാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഈ വേരിയബിളിന് വാല്യൂ ഓഫ് വേരിയബിൾസ് ക്യാൻ കീപ് ചേഞ്ചിങ്. അതിങ്ങനെ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ എക്സ് ആവാം, ചിലപ്പോൾ x² ആവാം, ചിലപ്പോൾ എക്സും വൈയും ചേർന്ന് XY ആവാം. അപ്പോൾ വാല്യൂ എത്ര വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കാൻ അതിന് സാധിക്കും. ദാറ്റ് ഈസ് വേരിയബിൾ. ചരങ്ങളെന്ന് മലയാളത്തിൽ പറയും. ഈ വേരിയബിളും ഈ ചരങ്ങളും, ഈ വേരിയബിളും അഥവാ ചരങ്ങളും കോൺസ്റ്റന്റ് അഥവാ സ്ഥിരസംഖ്യകൾ, ഇവ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ചില ഫോർമേഷനാണ് നമ്മൾ പറയുക ആൾജിബ്രിക് ഇക്വേഷൻസ്. സോ എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ്സ് ആൻഡ് വേരിയബിൾസ് ആർ കണക്റ്റഡ് ബൈ ദ 4 ഫണ്ടമെന്റൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, arithmetical operations. You know that 4 operations are there: plus, minus and multiplication, into and division. ഈ 4 കാര്യങ്ങളും ചേർത്ത് വെച്ച് പറയുന്നതാണ് is called ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഇതിനെയാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നമ്മൾ പറയാം. ഒരു ബീജഗണിത രൂപം എന്നാണ് മലയാളത്തിൽ പറയുക. ബീജഗണിത രൂപം. അപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഇല്ലാത്തത്. ദാറ്റ് ഈസ് -4, 3, π, എക്സെട്ര ഓൾ ആർ കോൺസ്റ്റന്റ്. കാരണം അത് സ്ഥിരസംഖ്യയാണ്, അത് മാറുന്നതല്ല. മാറിക്കൊണ്ടിരിക്കുന്നതാണ് വേരിയബിൾ. ഇത് രണ്ടും കൂടി ചേർത്ത് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു ആൻഡ് ഡിവിഷൻ, ഈ ഓപ്പറേഷൻസുമായിട്ട് ചേർത്ത് എഴുതുമ്പോഴാണ് 4
അത് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആയിട്ട് വരിക. അപ്പോൾ ധാരാളം നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ് പോളിനോമിയൽ, ബഹുപദം എന്ന് പറയുന്നത്. സോ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഇൻ വിച്ച് ദ വേരിയബിൾസ് ഇൻവോൾവ്ഡ് ഓൺലി നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ പവർ ഈസ് കോൾഡ് പോളിനോമിയൽ. പോളിനോമിയൽ അഥവാ ബഹുപദം എന്നാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ, ഒരു ബീജഗണിത രൂപമാണ്. ഇൻ വിച്ച് ദ വേരിയബിൾസ് ഇൻവോൾവ്ഡ്, അതിൽ ചരങ്ങൾ ഉണ്ടായിരിക്കും. ഓൺലി നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ പവർ, പക്ഷെ അതിൻ്റെ പവർ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ ആയിരിക്കും. നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ പവർ ഈസ് കോൾഡ് പോളിനോമിയൽ. അതായത് വേരിയബിൾ ചേർത്തുകൊണ്ട് വേരിയബിളിന് ഇടതുവശത്ത് കോഎഫിഷ്യൻ്റ് ചേർത്ത് കോൺസ്റ്റൻറ്റും ചേർത്ത് പ്ലസും മൈനസും എന്നുള്ള ഓപ്പറേഷൻ ചിഹ്നം, അതായത് ടേംസ് ആക്കിക്കൊണ്ട് വേരിയബിളിൻ്റെ പവർ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് പറയാൻ സാധിക്കും ബഹുപദം അഥവാ പോളിനോമിയൽ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ പോളിനോമിയൽ ആകണമെങ്കിൽ അത് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ചിഹ്നമിട്ട് എഴുതണം. പ്ലസും മൈനസുമാണ് ടേംസ് ആക്കി തിരിക്കുക, വേർതിരിക്കുക. പ്ലസ് ഓർ മൈനസ് ചേർത്ത് വേരിയബിളും കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും ചേർത്ത് എഴുതുന്ന അതിൻ്റെ എക്സ്പോണൻസ് അഥവാ പവർ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ പാർട്ടായിട്ട് വരികയും, അതായത് നെഗറ്റീവോ ഫ്രാക്ഷനോ വരാതിരിക്കുക, ഇത്തരത്തിലുള്ള രീതിയിൽ വരുന്ന ബീജഗണിത രൂപത്തെ നമുക്ക് ബഹുപദം എന്ന് പറയാം, പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ബഹുപദം എന്ന് പറഞ്ഞാൽ തിരിക്കാൻ നമുക്ക് മനസ്സിലായി. അതിൻ്റെ പവർ നോൺ നെഗറ്റീവ് ഇൻ്റഗ്രൽ ആയിരിക്കണം, അതിന് വേരിയബിൾ ഉണ്ടായിരിക്കണം, ആ വേരിയബിളിൽ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് ഇട്ട് വേർതിരിക്കുകയും വേണം. സോ നമുക്ക് മനസ്സിലായി ടേം ആയിട്ട് വരണമെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഓപ്പറേഷൻ ചിഹ്നമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറെന്നർത്ഥം. നൗ ഇൻ ദിസ് ലെസൺ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റ് വി കൺസിഡർ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. നമ്മളിവിടെ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേരിയബിളിലുള്ള ബഹുപദത്തെ കുറിച്ചിട്ടാണ്. ദാറ്റ് മീൻസ് an algebraic expressions involving single variable which have only whole numbers, that is or non-negative integers as the exponent of the variable, are called polynomial in one variable. നമുക്കറിയാം ഒറ്റ വേരിയബിൾ, ആ വേരിയബിൾ എക്സ് ആകാം, വൈ ആകാം, ഇസഡ് ആകാം, അതിൻ്റെ പവർ നോൺ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ ആയിരിക്കുകയും വേണം. അത് നെഗറ്റീവ് ആവാൻ പാടില്ല എന്നർത്ഥം. അതിൻ്റെ എക്സ്പോണൻസ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം അതിൻ്റെ പവർ എന്നർത്ഥം. ആ ബഹുപദത്തിൻ്റെ ഒരു വേരിയബിൾ ആയിരിക്കുകയും വേണം. അതിൻ്റെ ബഹുപദത്തിൻ്റെ പവർ, അതിൻ്റെ വേരിയബിളിൻ്റെ പവർ എക്സ്പോണൻസ് നോൺ നെഗറ്റീവ് ഇൻറ്റിഗ്രൽ ആയിരിക്കുകയും വേണം. സാധാരണഗതിയിൽ അതിൻ്റെ ഫോർമാറ്റ്, എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ in x degree, n is an algebraic expressions of the form p of x is equal to, വളരെ ക്ലിയർ ആണ്, p of x is denoted that polynomial in x എന്നർത്ഥം, എക്സിലുള്ള പോളിനോമിയൽ എന്നർത്ഥം. p of x അത് വേണമെങ്കിൽ r of x എഴുതാം, s of x എഴുതാം, വാട്ട് എവർ ഇറ്റ് മേ ബി. p of x ഈ സാധാരണ എഴുതുന്നത് p of x ആണ്. അപ്പോൾ എക്സ് വേരിയബിളിൽ പോളിനോമിയൽ എന്നർത്ഥം. p of x is equal to an x raised to n plus a n minus 1 x raised to n minus 1 plus a n minus 2 x raised to n minus 2 plus a2 x square plus a1 x plus a0. ഈ രൂപത്തിൽ നമ്മൾ എഴുതാൻ നിങ്ങൾക്ക് സാധിച്ചാൽ
അതൊരു ജനറൽ ഫോം ഓഫ് പോളിനോമിയൽ, വൺ പോളിനോമിയൽ, അതായത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആയി നടത്തും. അപ്പം നമുക്ക് വളരെ ക്ലിയർ ആണ്. അതിൽ വരുന്ന A1, A2, A3, AN എന്ന് പറയുന്നതൊക്കെ കോഎഫിഷ്യൻറ്റും വേരിയബിളിന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോഎഫിഷ്യൻറ്റും എക്സ് എന്ന് പറയുന്നത് വേരിയബിളുമായിരിക്കുകയും ചെയ്യും. അതിനെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടുകൊണ്ട് നമ്മൾ വേർതിരിച്ച് എഴുതാൻ നമുക്ക് സാധിച്ചാൽ അത് വൺ വേരിയബിളിലുള്ള ഒരു ബഹുപദമായിട്ട് മാറും, അല്ലെങ്കിൽ പോളിനോമിയലായിട്ട് മാറുമെന്നർത്ഥം. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദ ടേം ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് പോളിനോമിയൽ. ബഹുപദത്തിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹുപദത്തിൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ക്ലിയർ ആണ്. നമുക്ക് പോളിനോമിയലിൽ തിരിക്കാൻ നമുക്ക് സാധിക്കും. പ്ലസ് ഓർ മൈനസ് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടേമായി. അപ്പോൾ ദ പാർട്ട് ഓഫ് എ പോളിനോമിയൽ separated by plus or minus, part of a polynomial separated by plus or minus sign is called a term of the polynomial. അപ്പോൾ പ്ലസും മൈനസും ചേർത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതാണ് പോളിനോമിയലിൻ്റെ ഭാഗമാണ് അതിൻ്റെ ടേം എന്ന് പറയുക. അപ്പോൾ പ്ലസും മൈനസുമാണ് എപ്പോഴും പാർട്ടായിട്ട് തിരിക്കുക എന്നർത്ഥം. പോളിനോമിയൽ, ഈച്ച് ടേം ഓഫ് എ പോളിനോമിയൽ ഹാസ് എ കോഎഫിഷ്യൻറ്റ്. ഓരോ പോളിനോമിയലിൻ്റെ ടേമിനും അതിനൊരു ഗുണോത്തരം എന്ന് പറയും, കോഎഫിഷ്യൻ്റ് ഉണ്ട്. ആ വിച്ച് ഈസ് ദ കോൺസ്റ്റൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ടേം. അതെന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആ വേരിയബിളിനോട് ചേർന്നിരിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ ഇല്ലാത്തതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയും. വേരിയബിളിനോട് ചേർന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റിനെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ വേരിയബിളിനെ പുഷ്ടിപ്പെടുത്തുന്ന വാല്യൂവിനെ അഥവാ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യൻറ്റ്, അഥവാ മലയാളത്തിൽ ഗുണോത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ദ പാർട്ട് ഓഫ് എ പോളിനോമിയൽ separated by plus or minus sign is called the term of the polynomial. Each term of polynomial has a coefficient which is the constant associated with that term. ഇതാണ് ബഹുപദത്തിൻ്റെ പോളിനോമിയലിൻ്റെ ടേം എന്ന് പറയുന്നതും അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് അഥവാ ഗുണോത്തരം എന്ന് പറയുന്നതും എന്നർത്ഥം. അവിടുന്ന് നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ? ഒരു പോളിനോമിയലിൻ്റെ ഗ്രേഡ് എന്താണ്, ഡിഗ്രി എന്താണ്? വളരെ ക്ലിയർ ആണ്. നമുക്കറിയാം, ഡിഗ്രി തിരിക്കുമ്പോൾ ഡിഗ്രി ചിലപ്പോൾ 1ാം ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാവും, തേർഡ് ഡിഗ്രി ഉണ്ടാവും, ഫോർത്ത് ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ആ ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേഡാണ്. അതെങ്ങനെയാണ് നമ്മൾക്ക് ബഹുവിധത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും? ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ ഇൻ എ പോളിനോമിയൽ ഈസ് നോൺ ആസ് ദ ഡിഗ്രി ഓഫ് ദി പോളിനോമിയൽ. ഹയസ്റ്റ് പവർ വേരിയബിളിൽ തന്നിരിക്കുന്ന പോളിനോമിയലിൽ വേരിയബിളിൽ ഏതിനാണോ ഹയസ്റ്റ് പവർ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദ കോഎഫിഷ്യന്റ് നോട്ട് ഈക്വൽ ടു 0. ആ കോഎഫിഷ്യന്റ് 0 ആവാൻ പാടില്ല. കോഎഫിഷ്യന്റ് 0 അല്ലാത്തതും തന്നിരിക്കുന്ന പോളിനോമിയലിൽ ഏറ്റവും ഹയസ്റ്റ് വേരിയബിളിൻ്റെ പവർ ഉള്ളതുമായിട്ടുള്ളത് ഏതാണോ ആ പവർ, അതാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി, ആ ബഹുപദത്തിൻ്റെ ഡിഗ്രി എന്നർത്ഥം. സോ ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ ഇൻ എ പോളിനോമിയൽ ഈസ് നോൺ ആസ് ദ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്, ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. ഒരു വേരിയബിളിലുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? വളരെ സിമ്പിളാണ്. ഒരേ ഒരു വേരിയബിൾ അതിന് വരുള്ളൂ, വേരിയബിൾ ഒരെണ്ണമായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ, കോഎഫിഷ്യന്റ് 0 അല്ലാത്തതും ഹയസ്റ്റ് പവറുള്ള വേരിയബിൾ ഏതാണോ ആ ഹയസ്റ്റ് പവർ ആയിരിക്കും ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്നർത്ഥം. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഇൻ 2 or more വേരിയബിൾസ്, 2ഓ അതിലധികമോ വേരിയബിളുള്ള പോളിനോമിയലിൻ്റെ ബഹുപദത്തിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? വളരെ ക്ലിയർ ആണ്. അതിൽ ആ ടേമുകൾ എടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് 0 അല്ലാത്തതും ആ വേരിയബിളിൻ്റെ പവറുകൾ തമ്മിൽ സം ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന സം ഏതാണോ അതായിരിക്കും അത്തരത്തിലുള്ള ബഹുപദത്തിൻ്റെ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്നർത്ഥം. ദാറ്റ് മീൻസ് ഫോർ എ പോളിനോമിയൽ ഇൻ മോർ ദാൻ വൺ വേരിയബിൾ
the sum of the powers of the variable in each term is taken up and the highest sum so obtained is called the degree of a polynomial. Clear ആണ്? ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. The next classification of polynomial. ബഹുപദത്തിന്റെ തരംതിരിവ് എങ്ങനെയൊക്കെ തിരിക്കാം? ബഹുപദം പലതരത്തിലുണ്ട്. നമുക്കതിനെ പ്രധാനമായിട്ട് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് പോളിനോമിയലിനെ തിരിക്കാം. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് വേരിയബിൾസ്, ഡിഗ്രി ഓഫ് വേരിയബിൾസ് അനുസരിച്ചിട്ടും ബഹുപദത്തെ തിരിക്കാം. രണ്ട് തരത്തിൽ നമുക്ക് ബഹുപദത്തിനെ തിരിക്കാം എന്നർത്ഥം. പോളിനോമിയലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസിനനുസരിച്ചിട്ട് നമുക്ക് തിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ടേംസ്, polynomial can be classified into or divided into monomial. Mono means Latin word ആണ് one എന്നർത്ഥം. Mono means one. Monomial, a polynomial containing one non-zero term. One non-zero term is called monomial. ഒരു ബഹുപദത്തിൽ ഒരേ ഒരു നോൺ സീറോ ഐറ്റം വരികയാണെങ്കിൽ, ടേം വരികയാണെങ്കിൽ അത് മോണോമിയലായി നടത്തും. മോണോ മീൻസ് വൺ. എക്സാമ്പിൾ ധാരാളം എളുപ്പമാണ്. 5x 7 3x ക്യൂബ് -7x² എക്സെട്ര ആർ എ വെരി ഗുഡ് എക്സാമ്പിൾസ് ഓഫ് ദാറ്റ്. അപ്പോൾ ഒറ്റ വേരിയബിൾ ആയിരിക്കും, ഒരു ടേം ആയിരിക്കും, ആ ടേം നോൺ സീറോ ആയിരിക്കണം എന്ന് മാത്രം. അത് വേരിയബിൾ ഉണ്ടാവാൻ ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കാം. അതൊക്കെ നമുക്ക് മോണോമിയൽ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ബൈനോമിയൽ. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ബൈ മീൻസ് ടു, രണ്ട് എന്നർത്ഥം. So binomial is a polynomial containing two non-zero terms. Two non-zero terms is called binomial. രണ്ട് non-zero terms വരികയാണെങ്കിൽ അത് ബൈനോമിയൽ ആണെന്ന് അർത്ഥം. By means two എന്നർത്ഥം. So 5 plus 7x, 7x² y plus 3y or y raised to 30 plus 1 etc. ഇതൊക്കെ നമുക്ക് ബൈനോമിയൽ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. Then trinomial. Trinomial means മൂന്ന് ടേമുകൾ വരുന്നത്. Trinomial, a polynomial containing three non-zero terms. Three non-zero term is called trinomial. Tri means three എന്നർത്ഥം. 8 plus 3x plus x² and 7 plus 5x plus 6xy² etc. are examples. അപ്പോൾ വളരെ ക്ലിയർ ആണ് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. പിന്നീട് വരുന്നതിനൊക്കെ ചേർത്ത് പോളിനോമിയൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. പോളി, ബഹുപദം എന്നും പറയാൻ സാധിക്കും. ദ നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് വേരിയബിൾസ്. ഇനി നമുക്ക് ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഡിഗ്രി ഏതാണോ ആ ഡിഗ്രിക്ക് അനുസരിച്ചിട്ട് നമുക്ക് പോളിനോമിയലിലെ ഡിഫറെൻറ്റ് കൈൻഡ്സിൽ തിരിക്കാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ വേരിയബിൾ ഇല്ല എന്നർത്ഥം. സോ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഇസ് കോൾഡ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. ഒരു ബഹുപദത്തിൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ ദ ഡിഗ്രി ഈസ് 0 എന്നർത്ഥം. എക്സാമ്പിൾ നമുക്കറിയാം 3, 7, 8 എക്സെട്ര ആർ കോൺസ്റ്റന്റ് പോളിനോമിയൽ. ദെൻ നമ്പർ 2 ലീനിയർ പോളിനോമിയൽ. ലീനിയർ മീൻസ് സ്ട്രേറ്റ് ലൈൻ എന്നർത്ഥം. ലീനിയർ പോളിനോമിയൽ, എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 ഈസ് കോൾഡ് ലീനിയർ പോളിനോമിയൽ. പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആണെങ്കിൽ അത് ലീനിയർ പോളിനോമിയലാണ്. That means 2x plus 5, 7y minus 5, 3x plus 3 ഇതൊക്കെ ലീനിയർ പോളിനോമിയലാണ്. അത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഒരു ലൈനായിട്ട് കിട്ടുകയും ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ലീനിയർ പോളിനോമിയൽ എന്ന് പറയാം. ദെൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്ര മീൻസ് അഗെയിൻ ലാറ്റിൻ വേർഡ് ആണ്. ക്വാഡ്ര മീൻസ് രണ്ട് സൈഡ് എന്നർത്ഥം, നീളം വീതി എന്നർത്ഥം, അല്ലെങ്കിൽ 4 വശങ്ങൾ ചേർന്നിട്ടുള്ള എന്നർത്ഥം. 2 നീളവും 2 വീതിയും ചേർന്നിട്ടുള്ള. അപ്പോൾ 2 ഉത്തരം വരുന്ന. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മീൻസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 2 ആയിട്ട് വരുന്നതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൻ്റെ ഉത്തരം വരുമ്പോൾ അതിന് 2 ഉത്തരം ഉണ്ടായിരിക്കും അർത്ഥം. ദ സൊല്യൂഷൻ ഈസ് ഫോർ സീറോസ് ആർ 2. അതാണ് അതിൻ്റെ പ്രത്യേകത. അതെങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ a² plus bx plus c, ax² plus bx plus c എന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ എക്സിൻ്റെ പവർ 2 ആയിട്ട് വരും. ഇങ്ങനെ വരുന്നതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ.
ഇപ്പോൾ മോണോമിയൽ എക്സ് പ്ലസ് ബി ആയിരിക്കും. മോണോമിയൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലീനിയർ പോളിനോമിയലിൻ്റെ ഫോർമാറ്റ് എങ്ങനെ ഇരിക്കും വെച്ചാൽ എ എക്സ് പ്ലസ് ബി ആയിരിക്കും. എ എക്സ് പ്ലസ് ഓർ മൈനസ് ബി ആ രൂപത്തിൽ വരികയാണെങ്കിൽ ലീനിയർ പോളിനോമിയലും എ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് ബി എക്സ് പ്ലസ് ഓർ മൈനസ് സി ഇസ് ഈക്വൽ ടു ദറ്റ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അത് 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും ആയിരിക്കുകയും ചെയ്യും. ഇനി കൂടാതെ 3rd ഡിഗ്രി വരികയാണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ഇസ് കോൾഡ് ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. അപ്പോൾ അവിടെ എ എക്സ് ക്യൂബ് പ്ലസ് ഓർ മൈനസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ഈ രൂപത്തിൽ വരികയാണെങ്കിൽ നമുക്കതിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ വേറൊരു കാറ്റഗറിയിൽ കൂടി നമുക്ക് പെടുത്താം, ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ബൈക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ 2 ക്വാഡ്രാറ്റിക് ചേർന്ന് വരുന്ന പോളിനോമിയൽ. അതായത് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രീസ് 4 ഈസ് കോൾഡ് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ. പോളിനോമിയൽ ഡിഗ്രി 4 ആയിട്ട് വരിക, ഇപ്പോൾ ബൈക്വാഡ്രാറ്റിക് ആയി. അതായത് അതിൻ്റെ അർത്ഥം 5x raised to 4 plus minus 7x cube plus 8x square minus 12x minus 10 is biquadratic എന്നർത്ഥം. എങ്ങനെ വരുന്നു വെച്ചാൽ ജനറൽ ഫോർമാറ്റ് ഈസ് ദാറ്റ് ax raised to 4 plus bx cube plus cx square plus dx plus ഈ രൂപത്തിൽ വരികയാണെങ്കിൽ അതിന് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോളിനോമിയൽ n ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുകയാണെങ്കിൽ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് n ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്പർ ഏത് വേണമെങ്കിലും ആവാം. n ഡിഗ്രി പോളിനോമിയൽ വരുമ്പോൾ ദ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഇൻ x ഇസ് ഇൻ ദ ഫോം ഓഫ് p of x is equal to a n x raised to n plus a n minus 1 x raised to n minus 1 plus a n minus 2 x raised to n minus 2 plus a2x square plus a1x plus a0. ഇതാണ് ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോമായിട്ട് വരിക എന്നർത്ഥം. ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ 0 പോളിനോമിയൽ ഉണ്ട്. ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ 0 പോളിനോമിയൽ, ദാറ്റ് ഈസ് a0 is equal to a1 is equal to a2 and is equal to 4 an is equal to 0. ടോട്ടൽ 0 വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് 0 പോളിനോമിയൽ. All constant are 0 when we get a 0 polynomial. എല്ലാ കോൺസ്റ്റൻറ്റും 0 ആയിട്ട് വരികയാണെങ്കിൽ we can say that it is a 0 polynomial എന്നർത്ഥം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, പോളിനോമിയലിനെ നമ്മൾ ഡിഗ്രിയുടെ ലെവലിലും അതിൻ്റെ ടേമിൻ്റെ ലെവലിലും നമ്മൾ തിരിക്കാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ബഹുപദത്തിൻ്റെ സീറോസ്, പോളിനോമിയലിൻ്റെ സീറോസ് അഥവാ അതിൻ്റെ ഉത്തരം സൊല്യൂഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ ക്ലിയർ ആണ്. വാല്യൂ ഓഫ് എ പോളിനോമിയൽ എങ്ങനെയാണ് വാല്യൂ കൊടുക്കാൻ സാധിക്കുക? വാല്യൂ ഓഫ് എ പോളിനോമിയൽ ഒബ്റ്റൈൻഡ് ഓൺ പുട്ടിംഗ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഇസ് കോൾഡ് എ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ. നമുക്ക് പോളിനോമിയലിൽ ഏത് വാല്യൂ ആണോ ആ വേരിയബിളിന് കൊടുക്കുന്നത്. ഇപ്പോൾ പി ഓഫ് എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ പി ഓഫ് 1 കിട്ടും. പി ഓഫ് എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുത്താൽ പി ഓഫ് 2 കിട്ടും. എക്സിന് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്താൽ ആ വാല്യൂ പി ഓഫ് -1 കൊടുക്കാം, പി ഓഫ് -2 കൊടുക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഏത് വാല്യൂ ആണോ വേരിയബിളിന് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ഉത്തരം എന്നർത്ഥം. അതിൻ്റെ സീറോസ് അതായിരിക്കും, വാല്യൂ ഓഫ് ദി പോളിനോമിയൽ അതായിരിക്കും എന്നർത്ഥം. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 2. ദെൻ പി ഓഫ് 1 എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 1. വെൻ എക്സ് ഈക്വൽ ടു 1 പി ഓഫ് 1 ഇസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ 1xൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക. വി ക്യാൻ ഗെറ്റ് എ ഫൈനൽ വാല്യൂ. ദാറ്റ് വാല്യൂ ഇസ് കോൾഡ് സീറോ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന അർത്ഥം. അപ്പോൾ ആ വാല്യൂ ഏതാണോ കൊടുക്കുന്നത്, വേരിയബിൾ സ്വീകരിക്കുന്നത്, അതായിരിക്കും അതിൻ്റെ സീറോ എന്ന് പറയാം. ദെൻ സീറോ ഓഫ് എ പോളിനോമിയൽ. സീറോ ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ആസ് എ നമ്പർ ഓഫ് ആൽഫ സച്ച് ദാറ്റ് പി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0. ഇനി വീണ്ടും ഒരു കാര്യം കൂടി പറയണം. സീറോ ആവണമെങ്കിൽ, ഒരു പരിഹാരമാവണമെങ്കിൽ, പോളിനോമിയലിൻ്റെ ഒരു പരിഹാരം ആ വേരിയബിളിനൊരു വില കൊടുത്താൽ അത് ആവണമെങ്കിൽ, സീറോ ആവണമെങ്കിൽ, സൊല്യൂഷൻ ആവണമെങ്കിൽ അത് വളരെ വ്യക്തമാണ്. പി ഓഫ് എക്സ് ആ വാല്യൂ കൊടുക്കുമ്പോൾ സീറോയിലേക്ക് എത്തണം എന്നർത്ഥം. സോ സീറോ ഓഫ് എ പോളിനോമിയൽ ഓഫ് പി ഓഫ് എക്സ് ഈസ് എ നമ്പർ ആൽഫ
such that P of alpha is equal to 0. നമ്മൾ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എനി നമ്പർ. ഏതെങ്കിലും വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ, വേരിയബിളിന് ഏതെങ്കിലും വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇസ് ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ ആ 0 കിട്ടുന്നത് കൊണ്ട് ആ വാല്യൂ വിൽ ബി ദ സൊല്യൂഷൻ ഓഫ് ദാറ്റ് പോളിനോമിയൽ. അതാണ് പോളിനോമിയലിൻ്റെ 0 എന്ന് പറയാൻ സാധിക്കുക. ദെൻ മെത്തേഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ വാല്യൂ ഇസ് എ 0 ഓഫ് എ പോളിനോമിയൽ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ പോളിനോമിയലിൻ്റെ സീറോസ് ആണോ, സൊല്യൂഷൻ ആണോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. വളരെ ക്ലിയർ ആണ്. ഇഫ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ, ഒരു പോളിനോമിയൽ ഒരു വേരിയബിൾ വൺ വേരിയബിൾ ആണെങ്കിൽ ഈസ് ഗിവൺ ടു അസ് ആൻഡ് എ വാല്യൂ ഓഫ് വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ ടു സി, ആ എക്സ് എന്നുള്ളത് സി ആയിട്ട് വരികയാണെങ്കിൽ then to check that given value of x is a 0 of the given polynomial or not, we use the following steps. നമുക്ക് അത് പോളിനോമിയലിൽ സീറോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2-3 സ്റ്റെപ്പിലേക്ക് പോവാം. ഫസ്റ്റ്, കൺസിഡർ ദ ഗിവൺ പോളിനോമിയൽ സേ പി ഓഫ് എക്സ്. തന്നിരിക്കുന്ന ബഹുപദത്തെ പി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. ലെറ്റ് ദ പോളിനോമിയൽ ഈസ് പി ഓഫ് എക്സ് ആൻഡ് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു സി. ആ എക്സിന് തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കുക. put x is equal to c, whatever it may be, അത് കൊടുക്കുക. if p of c is equal to 0, അപ്പോൾ നമുക്ക് p of c കൊടുക്കുമ്പോൾ 0 വരികയാണെങ്കിൽ then x is equal to c, അപ്പോൾ x is equal to c ആയിരിക്കും. so that value is called zeros of the polynomial. അതാണ് നമുക്ക് ബഹുപദത്തിൻ്റെ ഉത്തരം, അതായത് സീറോ സൊല്യൂഷൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. വളരെ ക്ലിയർ ആണ്. p of x എന്ന് എഴുതുക, എക്സിന് ഏത് വാല്യൂ ആണ് കൊടുക്കുക, ആ വാല്യൂ കൊടുക്കുമ്പോൾ അത് ഈസ് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ ബി ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ദെൻ റിമൈൻഡർ തിയറം. നമുക്കറിയാം ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. നമ്മളൊരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ ഘടകമാണ് അല്ലെങ്കിൽ ഫാക്ടർ ആവണമെങ്കിൽ അതിൻ്റെ റിമൈൻഡർ വിൽ ബി 0 ആയിരിക്കണം, അതിൻ്റെ ശിഷ്ടം 0 ആയിരിക്കണം. അപ്പോൾ അതിന് ശിഷ്ടം ഇല്ല, റിമൈൻഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സംഖ്യ മറ്റേ സംഖ്യയുടെ ഘടകമായിരിക്കും, അതായത് അത് പരസ്പരം മൾട്ടിപ്പിൾ ആയിരിക്കും എന്നർത്ഥം. ഇപ്പോൾ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, വാട്ട് യു മീൻ ബൈ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾ? ഇഫ് എക്സ് ഡിവൈഡ്സ് വൈ exactly, that is without leaving any remainder, then x is a factor of y and y is a multiple of x. y is a multiple of x. ഇതാണ് ഫാക്ടറും മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോങ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതൊരു പോളിനോമിയലായിട്ട് എടുക്കുകയാണെങ്കിൽ, പി ഓഫ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ റിമൈൻഡർ തിയറം കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി എനി ടു പോളിനോമിയൽ, പി ഓഫ് എക്സും ജി ഓഫ് എക്സും ഏതെങ്കിലും രണ്ട് ബഹുപദമാണെങ്കിൽ, പോളിനോമിയൽ ആണെങ്കിൽ, such that degree of p of x greater than or equal to degree of g of x. p of x ന്റെ ഡിഗ്രി greater than or equal to g of x. g of x നേക്കാൾ കൂടുതലോ തുല്യമോ ആണെങ്കിൽ g of x not equal to 0, g of x 0 ആവാനും പാടില്ല. then we can find polynomial q of x and r of x such that p of x is equal to g of x into q of x plus r of x. അങ്ങനെയാണെങ്കിൽ നമുക്ക് q of x ഉം r of x ഉം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് അവ തമ്മിലൊരു ബന്ധമുണ്ട്. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോങ് ഡിവിഷൻ അൽഗോരിതം. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ
ഈ അൽഗോരിതം വെച്ച് ഡിവിഷൻ അൽഗോരിതം വെച്ച് പോകുമ്പോൾ നമുക്ക് ആ റിമൈൻഡർ തിയറത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. വാട്ട് ഈസ് റിമൈൻഡർ തിയറം? ശിഷ്ട സിദ്ധാന്തം. ലെറ്റ് P of x be a polynomial of degree n greater than or equal to 1. Greater than or equal to 1. N is greater than or equal to 1. And a be any real number. A be any real number. If P of x is divided by the linear polynomial x minus a. അതിനെ നമ്മൾ എക്സ് മൈനസ് എ എന്നുള്ള ലീനിയർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ then the remainder is P of a. The remainder is P of a. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ശിഷ്ടം P of a ആയിരിക്കും. Simply we can say that if P of x is divided by x minus a, then the remainder will be P of a. That means x minus is not a factor of this polynomial. Not. അപ്പോൾ എക്സ് മൈനസ് എ കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം പി ഓഫ് എ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് മൈനസ് എ അതിൻ്റെ ഫാക്ടർ അല്ല എന്നർത്ഥം. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ റിമൈൻഡർ തിയറത്തിലൂടെ നമുക്ക് എവിടേക്ക് പോകാൻ സാധിക്കും? അതിൻ്റെ ഫാക്ടർ തിയറത്തിലേക്ക്. അതെങ്ങനെയാണ്? അതിൻ്റെ ഫാക്ടർ ആണോ അല്ലയോ, പോളിനോമിയലിൻ്റെ ഘടകമാണോ അല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഫാക്ടർ തിയറം? റിമൈൻഡർ തിയറത്തിൽ നിന്ന് നമുക്ക് ഫാക്ടർ തിയറത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണോ ഘടകമാണോ എന്ന് നമുക്ക് സീറോസ് ആണോ എന്ന് പറയാൻ സാധിക്കും. വാട്ട് യു മീൻ ബൈ ഫാക്ടർ തിയറം? ഘടക സിദ്ധാന്തം എന്ന് പറയും. ലെറ്റ് P of x be a polynomial of degree n, then n greater than or equal to 1 and a be any real number, then if P of a is equal to 0, then x minus a is a factor of P of x. If x minus a is a factor of P of x, then P of a is equal to 0. വളരെ ക്ലിയർ ആണ്. റിമൈൻഡർ തിയറത്തിൻ്റെ ഒന്ന് ഓപ്പോസിറ്റ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഹരിച്ചാൽ പി ഓഫ് എ 0 വരികയാണെങ്കിൽ then x minus a is a factor of that polynomial. എക്സ് മൈനസ് എ കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ പി ഓഫ് എ 0 കിട്ടുകയാണെങ്കിൽ എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ. പി ഓഫ് എ 0 കിട്ടിയില്ലെങ്കിൽ എക്സ് മൈനസ് ഈസ് നോട്ട് എ ഫാക്ടർ. അപ്പം അതുപോലെ ഒന്ന് ചിന്തിക്കുക. ഒരു പോളിനോമിയലിനെ എക്സ് പ്ലസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പി ഓഫ് മൈനസ് എ 0 കിട്ടണം. പി ഓഫ് മൈനസ് ഈസ് ഈക്വൽ ടു 0, then x plus a is a factor. അപ്പോൾ എക്സ് മൈനസ് എ ഘടകമാണെങ്കിൽ ഫാക്ടർ ആവണമെങ്കിൽ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ആവണം. എക്സ് പ്ലസ് എ ഘടകമാകണമെങ്കിൽ പി ഓഫ് മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫാക്ടർ തിയറം. ഇതാണ് ഫാക്ടർ തിയറം. വളരെ ക്ലിയർ ആണ്. എക്സ് പ്ലസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്, then പി ഓഫ് മൈനസ് എ ഈസ് ഈക്വൽ ടു 0 and ax minus b is a factor of p of x. P of p by a is equal to 0. And if x minus a into x minus b is a factor of p of x, and p of a is equal to 0 and p of b is equal to 0, that means കിട്ടുന്ന റിസൾട്ട് റിമൈൻഡർ വിൽ ബി 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഘടകം ഡിജിറ്റ് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അത് അതിൻ്റെ ഘടകമായിരിക്കും എന്നർത്ഥം. ഫാക്ടർ തിയറം വളരെ സിമ്പിളാണ്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ സീറോസിനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷനും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ പലതരത്തിൽ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ക്വാഡ്രാറ്റിക് ഫോർമുലയുണ്ട്, അതിവിടെ പഠിക്കുന്നില്ല. അതുമാത്രമല്ല, നമുക്കിവിടെ പഠിക്കാനുള്ളത് 2 തരത്തിലാണ്. ഒന്ന് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ നടുവിലത്തെ ടേമിനെ ബി എന്ന ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ആൾസോ ഫാക്ടർ തിയറം വെച്ചുകൊണ്ടും ഘടക സിദ്ധാന്തം വെച്ചുകൊണ്ടും നമുക്കതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാക്ടറൈസേഷൻ ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ, അതിനെ നമുക്ക് ഇതുപോലെ തന്നെ
ഫാക്ടർ തിയറം ഉപയോഗിച്ചുകൊണ്ട് ഘടക സിദ്ധാന്തം ഉപയോഗിച്ചൊരു സോൾവ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസ്. ഒരു 12 ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. താങ്ക് യു.